കണ്ടോ ഞണ്ട്? നമ്മൾ വാങ്ങിയതല്ല കേട്ടോ, ഇന്നലത്തെ അനിയൻ്റെ കഷ്ടപ്പാടാണല്ലോ അത്. രാത്രി പോയി പിടിച്ചിട്ട് വന്ന കേട്ടോ പാടത്തെ ഞണ്ട്. അയ്യോ ഇതൊക്കെ പോണു. അപ്പോൾ നമുക്ക് ഈ ഞണ്ട് എടുത്തിട്ടേ കുറേ ആയിട്ടോ ഇവിടെ ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടനും അനിയനൊക്കെ. പക്ഷെ ഇത് പാടത്തെ ഞണ്ടില്ലേ, ഇത്ര വലുതായി ഞാൻ ആദ്യമായിട്ടാട്ടോ അമ്മ കാണുന്നത് അല്ലേ. കുഞ്ഞു കുഞ്ഞു ഞണ്ടാ, തോട്ടുഞണ്ട്, തോട്ടിലുള്ളത്. ഇതിൻ്റെ കാലെന്താ പൊടിക്കുന്നത്? നിനക്ക് വേണോ? ദാ ബായോ, കൂട്ടാൻ വെച്ചിട്ട് തരാടാ. ഓ നല്ല ഇറച്ചിയുണ്ട്, ഇതാണ്ടോ. അപ്പോൾ ഇതൊന്ന് നേരേക്ക് എടുക്കണ ആളാണ് ക്യാമറ പിടിച്ചിരിക്കുന്നത്, ഫോൺ പിടിച്ച് നിൽക്കണം കേട്ടോ. ഞാനിതിങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഏട്ടൻ നേരേക്കില്ലേ. എന്താ അവിടെ? ഞാൻ ഉള്ളിയൊക്കെ നേരേക്കട്ടെ ഏട്ടാ, ഉള്ളി നേരേക്കട്ടെ. ഇതെങ്ങനെ പൊളിക്കുക? അതന്നെയാണ്, കിട്ടിയിട്ട് കാര്യമില്ല. ഇത് നേരേക്കാനും അറിയണ്ടേ? ഉണ്ടാക്കാൻ അറിയാന്നല്ലാതെ ഒരു പാത്രം കാട്ടുകൊണ്ട് ഇപ്പൊ തരാം. ആ പാമ്പ നല്ല കുത്തേ, പാമ്പി അല്ലടി അത് ഞണ്ട്. ഇങ്ങനെ ഊതണ്ട, അതൊക്കെ പറന്നു പോവും. ശരി വെള്ളം വേണ്ടേ? നല്ല വെള്ളം വേണം, കുറച്ച് വെള്ളം എടുത്തു പൊന്നേ. എന്താ ഇത്? ഞണ്ടിന്റെ കയ്യും കാലൊക്കെയാണേ, ഇതൊക്കെ എടുക്ക. പാമ്പ് എടുക്ക. അതും എടുക്ക. എവിടെ എന്തേണ്? തക്കാളി വേണം. 10 രൂപ. ഇതിലൊന്നും ഇല്ലല്ലോ. ഇതാണ്ടാ, ഒന്നുമില്ലേ? അതാ ഞണ്ടിന്റെ വലിപ്പം തന്നെ ഉള്ളത്. രാത്രി മെനക്കെട്ട് നിർത്തേ കൈ കാലം നോക്കിയൊക്കെ ഇതിലൊന്നുമില്ലേ? വെള്ളം കാട്ട്. വെള്ളത്തിന് അവിടെ നിറയ്ക്കാൻ വെച്ചേക്കണേ. അയ്യേ വലിപ്പം കണ്ടിട്ട് എന്നടാ പൊന്നു. പക്ഷെ അതിങ്ങനെ നീ എന്താ തരകളായി നിക്കണ അവിടെ വന്നിട്ട്? ഇത് പാമ്പിച്ചതല്ലത്, ഇത് പാമ്പിച്ച് കണ്ടപ്പത്. പാമ്പ്. ഓ പിന്നെ ചൂടുവെള്ളത്തിലിടുമ്പോൾ പോവാണ് പറഞ്ഞാൽ ശരിയാവില്ല. ഇതെന്താ ഇങ്ങനെ? എനിക്കറിയില്ല ഇതെന്താ പറഞ്ഞാൽ എത്തുമ്പടി കിട്ടില്ല. അതിലൊഴിക്കും. നല്ല കഴുകണം കേട്ടോ. മറ്റേ ഞണ്ട് പോലെ ഇല്ല, ഇതൊരു സ്മെല്ലും ഉണ്ടോ? ഉണ്ടാവും. എന്തായാലും നിങ്ങളല്ലേ തിന്നാ. നമുക്കതിലൊന്നുമില്ല. എന്തായാലും ഇതെന്താ ഇട്ടത് ഇങ്ങനെ? പറ്റിച്ചു തോന്നുന്നു. ഞണ്ട് അതിന് തിന്നാനേ ആൾക്കാരൊന്നും കൊടുക്കണില്ല. ഈ ചേറുമണ്ണനല്ലേ തിന്നാൻ കിട്ടുള്ളൂ, അതായിരിക്കും. ഇന്നത്ര വലിപ്പം വരാൻ പാടില്ലല്ലോ. എന്താ ഇതിലുള്ളത്? ഒരു സാധനം മൂക്ക് മുട്ട തിന്നാ നേരിച്ചാണ്. മൂക്ക് പൊട്ടിക്കാനേ പറ്റത്, തിന്നാൻ ഉണ്ടാവില്ല. എന്താ ലീവാ? അതെ, കുമാരിമേമ്മയുടെ രണ്ടാമത്തെ അമ്മയ്ക്ക് ഇപ്പം ആരും പെട്ടെന്ന് മനസ്സിലാവണില്ല. പൊന്നൊന്നും ഇല്ലേ ഇതില്? ഒന്നുമില്ല, പൊന്നും മണ്ണൊന്നും ഇല്ല ഇതില്. തോടനേ ഉള്ളു പൊന്നൂസേ. അതിനെ പൊന്നേ, അത് നല്ല നെയ്പ്പുണ്ടാവും. നെയ്പ്പാണതേ, നല്ല ടേസ്റ്റാ അത്. അതൊന്നുമില്ല. എന്തടി? എന്റെ ദൈവമേ, ഇത് കൊണ്ടുവന്ന സമയത്ത് ജീവൻ ഉണ്ടായിരുന്നു കേട്ടാ. ജീവുള്ളതും കൊണ്ട് എന്താ അത് നേടണമെങ്കിൽ കുറച്ച് പണി ഉണ്ടായില്ല. എവിടാ ഇതൊന്നും എടുക്കുവോ? കത്തി നിടാൻ പറ്റുമോ കേക്ക്? അമ്മ
അമ്മ ഒരു നേരം ലാവിഷ് അടിച്ച് തിന്നാന്ന് വിചാരിച്ചിട്ടേ ഇവര് ഇരുന്നതാ. ഇത് ഇപ്പൊ വെക്കണവർക്ക് ഓരോ കഷ്ണം കഴിക്കാനുള്ളത് ഉണ്ടാവും. ഇതിപ്പോ ചാറിനെ ഉണ്ടാവും, ഞണ്ടോ തിന്നുണ്ടാവില്ല. കാല് വല്ലതുണ്ടെങ്കിൽ ഇതാ ഒന്നുമില്ല, കാലില്ല. ഇത് ഈ ഞണ്ടിന് വേറെ വശമുണ്ട്. ഇത് ചില സമയങ്ങളിൽ ഇത് ഇങ്ങനെ ആവും. അത് മുട്ടയിടുന്ന സമയത്താണോ അതിന് മുട്ട വിരിഞ്ഞ സമയത്താണോ അങ്ങനെ എങ്ങനെയാ ഒരു സമയം, അങ്ങനെ സമയത്ത് ഇങ്ങനെ വരലുണ്ട്. എന്തിനാച്ചു പക്ഷെ ഇത് അപ്പൊ എങ്ങനെ ആക്കിയത് ഇങ്ങനെ അമുങ്ങേ ഇങ്ങനെ സമയത്ത് ഞണ്ടിനെ ഇളമിക്കുന്ന സമയമുണ്ട്. എന്താ ലുലുമാള് പോയപ്പോ നമ്മള് വാങ്ങണം പറഞ്ഞതല്ലേ അല്ലേ? ഇത് പാടത്തെ ഞണ്ട് പറഞ്ഞിട്ട് ഇന്നലെ എപ്പോന്നറിയോ 9 മണിക്ക് അനിയൻ പോയിട്ട് വന്നേക്കണത് 11-11:30 വരെ എവിടാകുമ്പോഴില്ല കാണിച്ചു കൊടുക്കായിരുന്നു. വീഡിയോ കണ്ടോട്ടെ. നമ്മളിവിടെ അധികം കടയിൽ നിന്ന് വാങ്ങണ ഞണ്ടാണ് വെച്ചാൽ അനിയേട്ടനാണ് കേട്ടോ. കൂന്തള് ഞണ്ട് ഇതൊക്കെ അനിയേട്ടനാണ് നേരേക്കുക. എന്താ പറഞ്ഞ വെച്ചാൽ ഞാൻ കൂട്ടാനും പോവാറില്ല, ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ നേരെയൊക്കെ എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര മടി പോലെ തോന്നുന്നു. ഇത് ആദ്യം നമുക്കിത് എങ്ങനെ വെക്കുക എന്ന് അറിയില്ല. എന്താ വെച്ചാൽ ഇവിടെ വാങ്ങിക്കൊണ്ടിരില്ലല്ലോ. പിന്നെ വെച്ചതായപ്പോൾ അത് ശീലമായി. നേരെയൊക്കെയപ്പോൾ അത് എത്ര ഉള്ളൂ കേട്ടോ. ആകെ കണ്ടപ്പോൾ അത് എത്ര ഉണ്ടായിരുന്നു, നേരെയൊക്കെയപ്പോൾ അത് എത്ര ഉള്ളൂ. അപ്പോൾ അതാ ഞങ്ങൾ ഉച്ചയ്ക്ക് അമ്മ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാറും പിന്നെ ഉപ്പേരി, മീൻ, അയിലമീൻ വാങ്ങിയിരുന്നു. നല്ല അയിലമീനമ്മ, അത് നല്ല മീൻ പറഞ്ഞു, നല്ല മീൻ. 50 ഉറുപ്പിക എന്ത് മീനല്ലേ? സാമ്പാർ വെച്ചില്ലേ? നാളെ എത്രയാണോ വില ഏട്ടാ അതിലേക്ക്? 140 1 കിലോനോ? എന്നാലും നല്ല ഇല്ലേ? ആ വെളുത്തുള്ളിയൊക്കെ ചതച്ചത് അവിടെ വെച്ചു, ഞാനത് മറന്നുപോയി. അവിടെ വെക്ക്. എടാ നിന്നെ അത് ഇറക്കൂട്ടോ, ഇറക്കുന്ന്. അമ്മ കഴിച്ചിട്ടുണ്ടമ്മ അത്? മേടിക്കണതൊന്നും ഞാൻ നേരെ കൂട്ടിയിട്ടില്ലല്ലോ. ഞാനത് കഴിച്ചിട്ടില്ല. എന്തായാലും ഇതില് കഴിക്കാൻ നല്ലതൊന്നും പറ്റില്ല, കളയാളതല്ലാണ്ട് എന്താ പേര് കഴിക്കാം. അതില് ഇറച്ചിണ്ട് ഇത്ര അമ്മ. ടേസ്റ്റ് ഇല്ലാന്നല്ല പോലെ ഉണ്ടാവും. എന്ത് ഏത് നോക്കണ്ട. നമ്മളിതാ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കണ്ടേ. ഇഞ്ചി വെളുത്തുള്ളി. ചേച്ചിയേ ചേച്ചിയേ ആ അത് മണ്ണിൽ വീട്ടായിരിക്കും ചേച്ചി. ഇതാട്ടോ അത് കഴിഞ്ഞില്ലേ? മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി ഇട്ടോ നല്ല പോലെ വാട്ടിയിട്ട് ഇതാ തക്കാളി ഇട്ട് കൊടുക്കണ്ടേ. തക്കാളി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മ ആദ്യം അച്ഛനൊക്കെ കൊണ്ടുവരുന്നില്ല ഇങ്ങനത്തെ ഞണ്ടുകൾ? അച്ഛൻ മീനെ കൊണ്ടുവരില്ലേ? ചെറിയ മീൻ വരല് ഞണ്ട് കൊണ്ടില്ല. അച്ചാച്ചനൊക്കെ മീൻ പിടിച്ചു കൊടുത്തിട്ടുണ്ട്, ഇതൊന്നും കൊണ്ടുവരില്ല. അതെ, അച്ചാച്ചനൊന്നും ഇത് തിന്നിട്ടില്ല. ഇത് എവിടെ കണ്ടോലും ഇത് അങ്ങനെ കഴിച്ചിട്ടില്ല തോന്നുന്നു. ഇപ്പോഴല്ലേ ഇത് മേടിക്കാൻ കിട്ടാൻ തുടങ്ങി. ഇപ്പോഴാണ് നമ്മൾ വാങ്ങി. അത് ഇപ്പോഴാണ് ഇത് ഈ മീൻ ഇങ്ങനെ അത് പുറത്തു പോയി കഴിച്ചിട്ട് ഇപ്പൊ മക്കളായിട്ടാ ഇപ്പൊ ഇത് മേടിക്കാൻ തുടങ്ങിയതേ. കൂന്തളൊക്കെ നമ്മൾ ഇപ്പോഴാണ് വാങ്ങാൻ തുടങ്ങിയത്.
കാണാനേ തുടങ്ങിയത്. അയില അങ്ങനെയുള്ളതൊക്കെ മേടിക്കും. മീനൊക്കെ മേടിക്കും, അല്ലാണ്ട് ഇതൊന്നും മേടിച്ചിട്ടില്ല. പിടിച്ചു പറഞ്ഞിട്ട് മീനും കൊണ്ട് ബിരിയാണി ഉണ്ടാക്കണം. ഇതും ഉണ്ടാക്കിയിട്ടില്ലേ, നെയ്ച്ചോറും വെച്ചാലോ. എന്തൊരു തൊലിക്കട്ടിയത്. അതങ്ങനെ വരണ്ട. ഇതൊന്നും കണ്ടോ, ഇതിങ്ങനെ എന്താണെന്നറിയോ, പൊട്ടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അത് നോക്കിയപ്പോൾ ഇത് പൊട്ടിച്ചിട്ടിട്ടില്ലെങ്കിലേ ഇതിലല്ലേ ദശയുള്ളത്. ഇത് വേണ്ടവർ ഇതെടുക്കും. പിന്നെ ലാസ്റ്റ് എല്ലാവർക്കും കാലേ കിട്ടുള്ളൂ. ഇതാണ്ടോ കാല്. എന്താ ഇതൊക്കെ തിന്നുണ്ടാവും. മറ്റേതിനേക്കാളും വില ഉണ്ടാവും. നമ്മുടെ പല്ല് ഏതെങ്കിലും പറയാണ്ടോ? കടിച്ചതിനൊന്നല്ലേ ഇതാ അല്ലേ, ഇതിൻ്റെ ഒരു മണുണ്ട് അമ്മ. ഇതിങ്ങനെ വരുമ്പല്ലേ ഇതൊരു അമ്മ ഉണ്ടായിരുന്നില്ലേ ഇന്നാള്? അമ്മ ഉള്ളപ്പോ ഇത് വാങ്ങിയിരുന്നില്ലേ? ഒരു വാങ്ങിയിരുന്നു അല്ലേ? അപ്പൊ രണ്ടാളും കൊണ്ടുവന്നില്ലേ? രണ്ടുപേരും കൊണ്ടുവന്നു. അതൊരു വിഷമം ഉണ്ടാവില്ലേ വൈകാണ്ടാവുമ്പോ അവനാരാളുള്ളത് വെച്ചിട്ട്. മുറിയും കനല്ലാത്ത മടാളാണ്. ആ കയ്യിൽ അങ്ങനെ ചായ അതിന് എത്ര ദിവസമായിയാണ് വെച്ച് കുളിപ്പിച്ചിട്ട്. അതിന് പനിയല്ലേ, ഇന്ന് കുളിക്കണം കേട്ടോ. പിന്നെ നാളെ സ്കൂളിൽ പോകണം കേട്ടോ. കേട്ടോ, നാളെ സ്കൂളിൽ കഴിച്ചിട്ടില്ല. നേരെ നാളെ നമുക്ക് സ്കൂളിൽ പോകണം. നീ ചോറുണ്ടോ? എപ്പോ? നിന്നോട് ഞാൻ എപ്പോൾ വരാൻ പറഞ്ഞതാ കിച്ചുട്ടാ? കളിക്കാൻ പോയിട്ട് എപ്പോൾ വരാൻ പറഞ്ഞതാ ഞാൻ? സമയം നോക്കിയില്ലാണോ? നീ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിരുന്നോ? എന്താണ്, സെറ്റായില്ലേ? ഓ സെറ്റായി. ഇതിൽ നമ്മളൊരു കാര്യം കൂടി ചെയ്ത് വെച്ചുട്ടാ. എന്തെന്നറിയോ, ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞിരുന്നു. അപ്പോൾ അതിലത്തെ കുറച്ച് പാലില്ലേ, രണ്ടാം പാൽ ഒഴിച്ചിരുന്നു കേട്ടോ. അതാണ് ഇങ്ങനത്തെ ഒരു കളർ കണ്ടോ. കുറച്ച് ചാറ് പോലെ എന്താണെന്നറിയോ വെച്ചത്. ഇതിൻ്റെ ചാറ് ഇഷ്ടമുള്ള ഓരോ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. അപ്പം അത് ഇങ്ങനെ ചാറിങ്ങനെ കൂട്ടി ചോറുണ്ണും അച്ഛനും അമ്മയും ഒക്കെ ഇട്ടാ. അപ്പം അത് കാരണം അങ്ങനെ ചാറ് വെച്ചതാണ്. ഏട്ടനെ കൂട്ടില്ല അല്ലേ? എല്ലാവരും ചാറ് കൂട്ടി കഴിക്കും. ചാറ് കൂട്ടും, മസാല കൂട്ടും, ഗ്രേവി കൂട്ടും, ഞണ്ട് കൂട്ടും. ഇതെങ്ങനെ ചില്ലി ഉണ്ടാക്കി കഴിക്കണം അല്ലേ? നമ്മളിവിടെ ചില്ലി ഉണ്ടാക്കിയിട്ടില്ല കേട്ടാ. അത് വേവിച്ചിട്ട് അതിൻ്റെ മസിൽ പുറത്തല്ല, അതിൻ്റെ ദശ പുറത്തെടുത്തിട്ടായിരിക്കും. അല്ലാണ്ട് ദശയൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചൊരു ചില്ലി ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അമ്മ പോണെങ്കിൽ പൊക്കമ്മ അയൽ കുടുംബശ്രീ. അപ്പോൾ അതിൻ്റെ ഞാൻ കുറേ പോയിട്ട് എന്താ കാതിൽ കമ്മലിടാത്ത വിചാരിച്ചു. ഇന്നലെ കാതിലെ കമ്മലിടാൻ ഊരിയതാണ് കേട്ടോ. ചളി കാതിലെ കമ്മലേ ചളി കളയാൻ വേണ്ടിയിട്ട് ഊരിയതാ. പിന്നെ എനിക്കത് ഓർമ്മയില്ല. ഞാൻ എന്നിട്ട് ചളി കളഞ്ഞോ അതും ചെയ്തില്ല. അതും ഓർമ്മയുണ്ടാവില്ല. പിന്നെ എന്താ പറയോ, 10-50 രൂപയേ ഉള്ളൂ പറഞ്ഞ പോലെ. കൂട്ടി നോക്കി ഇത് തേങ്ങാപ്പാലല്ല, അതിൽ നോക്കി ഒന്നുകൂടി രസം കൂടും. എന്താ നോക്കി നോക്കൂ, തേങ്ങാപ്പാലിൽ ഒന്നുകൂടി രസം കൂടുന്നത്. കുട്ടി നോക്ക്. എനിക്ക് ഉപ്പ കഴിച്ചു ആയിട്ടില്ല. ഞാൻ കൊണ്ട് കൊടുത്തു. സംഭവമായിട്ടാ വാങ്ങുകയാണേ. കണ്ടോ, നമ്മൾ കുറച്ച് ചാറായിട്ടാട്ടോ വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ചാറ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയല്ല, കുറുകിയ ചാറാണ്. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചല്ലേ ഒന്നും കൂടി ഇരുന്ന് കുറുകും. കണ്ടില്ലേ, പിന്നെയും
ചട്ടിയിലിരുന്നിട്ട് ഇങ്ങനെ തിളച്ചിട്ട് ഒന്ന് കുറുകി വരും കേട്ടോ. കുറച്ചും കൂടി കഴിയുമ്പോൾ നല്ല കളറൊക്കെ വരും. അപ്പോൾ നിങ്ങളിങ്ങനെയാണോ വെക്കാറ്? അല്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കൂ. നിങ്ങൾ വെക്കുന്ന രീതി ഒന്ന് പറഞ്ഞു തരുകയും ചെയ്യുകൊണ്ട് കേട്ടോ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം. ചായ കൊടുക്കേണ്ട സമയമായിട്ടോ. ചായ കൊണ്ടേ കൊടുക്കട്ടെ.